അധ്യായം 47. ബാബിലോണിന് നാശം. കന്യകയായ ബാബിലോൺ പുത്രി, ഇറങ്ങി പൊടിയിലിരിക്കുക. കൽദായ പുത്രി, സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക. ഇനിമേൽ നിന്നെ മൃദുലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല. നീ തിരികല്ലിൽ മാവ് പൊടിക്കുക. നീ മൂടുപടം മാറ്റുക. മേലങ്കി ഉരിയുക. നഗ്നപാതിയായി നദി കടക്കുക. നിന്റെ നഗ്നത അനാവൃതമാകും. നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യും, ആരെയും ഒഴിവാക്കുകയില്ല. നമ്മുടെ രക്ഷകൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. കൽദായ പുത്രി, നിശബ്ദയായിരിക്കുക. നീ അന്ധകാരത്തിലേക്ക് പോവുക. ഇനിമേൽ ജനതകളുടെ രാജ്ഞിയെന്ന് നീ വിളിക്കപ്പെടുകയില്ല. ഞാൻ എൻ്റെ ജനത്തോട് കോപിച്ചു, എൻ്റെ അവകാശം പ്രാകൃതമാക്കി. ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നീ അവരോട് കാരുണ്യം കാണിച്ചില്ല. വൃദ്ധരുടെ മേൽ പോലും ഭാരമേറിയ നുകം നീ വെച്ചു. നീ ഇത് ഗ്രഹിക്കുകയോ ഇത് എവിടെ അവസാനിക്കുമെന്ന് ഓർക്കുകയോ ചെയ്യാതെ എന്നേക്കും രാജ്ഞിയായിരിക്കുമെന്ന് അഹങ്കരിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ വിധവയാവുകയില്ല. പുത്രനഷ്ടം ഞാൻ അറിയുകയില്ല എന്ന് സങ്കല്പിച്ച് സുരക്ഷിതയായിരിക്കുന്ന സുഖഭോഗിനെ ശ്രവിക്കുക. ഇതു രണ്ടും ഒരു ദിവസം, ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങളെയും മാന്ത്രിക ശക്തികളെയും മറികടന്ന് പുത്രനഷ്ടവും വൈധവ്യവും അവരുടെ പൂർണ്ണതയിൽ നീ അനുഭവിക്കും. ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി. ആരും കാണുന്നില്ല എന്നു നീ വിചാരിച്ചു. നിന്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല എന്നു നീ അഹങ്കരിച്ചു. രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും. അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ പതിക്കും. ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക. അതിൽ നീ വിജയിച്ചേക്കാം. ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം. ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി. ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ്. അഗ്നി അവരെ ദഹിപ്പിക്കുന്നു. തീജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല. അത് തണുപ്പ് മാറ്റാനുള്ള തീക്കനലും ഇരുന്ന് കായാനുള്ള തീയുമല്ല. ചെറുപ്പം മുതൽ നിന്നോടൊത്ത് വ്യാപരിച്ച ആഭിചാരകന്മാർ നിന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിയെ പോകും. നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അധ്യായം 48. ചരിത്രത്തെ നയിക്കുന്നവൻ. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂദായിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ യാക്കോബ് ഭവനമേ, കേൾക്കുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റുപറയുന്നു. എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല. നിങ്ങൾ വിശുദ്ധ നഗരത്തിൻ്റെ ജനം എന്ന് അഭിമാനിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുൻപേ ഞാൻ പ്രസ്താവിച്ചിരുന്നു. അവ എൻ്റെ അധരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു. ഞാൻ അവയെ വെളിപ്പെടുത്തി. ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു. അവ സംഭവിക്കുകയും ചെയ്തു. കാരണം നീ ദുശാഠ്യക്കാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവുമാണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത്. നിന്റെ കൊത്തുവിഗ്രഹങ്ങളും വാർപ്പുബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്നു നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. സംഭവിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രസ്താവിച്ചു. നീ കേട്ടു കഴിഞ്ഞു. ഇനി കാണുക, നീ അത് പ്രഘോഷിക്കുകയില്ലേ? ഇന്നു മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും. നിനക്ക് അജ്ഞാതമായ നിഗൂഢമായ കാര്യങ്ങൾ തന്നെ. എനിക്ക് അത് അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവയെ വളരെ നാൾ മുൻപല്ല, ഇപ്പോൾ സൃഷ്ടിച്ചതാണ്. നിങ്ങൾ അവയെപ്പറ്റി കേട്ടിട്ടില്ല. നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. പണ്ടു മുതലേ നിന്റെ കാത് അടഞ്ഞതാണ് ഇരുന്നത്. നീ വഞ്ചന കാണിക്കുമെന്നും ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി. എൻ്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാൻ അത് നിയന്ത്രിച്ചു. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എൻ്റെ വാക്കു കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എൻ്റെ വലത്തുകൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ. അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെക്കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും. അവൻ്റെ കരങ്ങൾ കൽദായർക്ക് എതിരെ ഉയരും.
അതെ, ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്, ഞാൻ അവനെ കൊണ്ടുവന്നു. അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും. എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. ബാബിലോണിൽ നിന്ന് പുറപ്പെടുക, കൽദായിൽ നിന്ന് പലായനം ചെയ്യുക. ആനന്ദാഘോഷത്തോടെ ഇത് പ്രഘോഷിക്കുക. കർത്താവ് തൻ്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക. അവിടുന്ന് മരുഭൂമിയിലൂടെ അവരെ നയിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലം ഒഴുക്കി. അവിടുന്ന് പാറയിലടിച്ചു, ജലം പ്രവഹിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. അധ്യായം 49. കർത്താവിൻ്റെ ദാസൻ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കി അസ്ത്രമാക്കി. തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും. അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തിക്കുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. പ്രവാസികൾ ജെറുസലേമിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്തു വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. രാജവീഥികൾ ഉയർത്തും. അങ്ങ് ദൂരെ നിന്ന് വടക്കു നിന്നും പടിഞ്ഞാറു നിന്നും സിയോൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ, ആനന്ദഗാനം ആലപിക്കുക. ഭൂമിയെ ആർത്തു വിളിക്കുക. മലകളെ ആർത്തുപാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരേക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. ചുറ്റും നോക്കുക, അവർ ഒന്നു ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു. കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു, നീ അവരെ ആഭരണമായി അണിയും. പതിവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും. നിന്റെ പാഴ്നിലങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തികയില്ല. നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും. സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ഓർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വന്ന് പറയും, ഈ സ്ഥലം എനിക്ക് പോരാ, എനിക്ക് വസിക്കാനിടം തരിക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്ധ്യയും പുത്രഹീനയും പ്രവാസിനിയും പരിത്യക്തിയുമായിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? ആരെ ഇവരെ വളർത്തി? ഞാൻ ഏകാകിനിയായിരുന്നിട്ടും ഇവർ എവിടെ നിന്ന് വരുന്നു? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കാൻ കഴിയും. കർത്താവ് അരുളി ചെയ്യുന്നു. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്നെ മർദ്ദിക്കുന്നവർ സ്വന്തം മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും. വീഞ്ഞുകൊണ്ടെന്ന പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് മത്തുപിടിക്കും. ഞാൻ നിന്റെ രക്ഷകനും വിമോചകനും യാക്കോബിൻ്റെ ശക്തനായവനും ആണെന്ന് അപ്പോൾ മർത്തികുലം അറിയും. അധ്യായം 50. കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ നൽകിയ മോചനപത്രം എവിടെ? എൻ്റെ കടക്കാരിൽ ആർക്കാണ് നിങ്ങളെ ഞാൻ വിറ്റത്? നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾ വിൽക്കപ്പെട്ടു. നിങ്ങളുടെ അപരാധം നിമിത്തം നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടു. ഞാൻ വന്നപ്പോൾ അവിടെ ആരുമില്ലാതിരുന്നത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചപ്പോൾ എന്തേ ആരും വിളി കേട്ടില്ല? രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ? അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ? എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു. ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചത്തു ചെയ്യുന്നു. ഞാൻ ആകാശത്തെ അന്ധകാരം ഉടുപ്പിക്കുന്നു. ചാക്കുവസ്ത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ. പരിശീലന ആശ്വാസം നൽകുന്ന വാക്ക്. ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എൻ്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവിനെ സഹായിക്കുന്നു. ആരെന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഇരട്ടവാളൻ അവരെ കരണ്ട് തിന്നും. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. തീ കൊളുത്തുകയും തീക്കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും. ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം.